ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ആവർത്തന പുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ വായിക്കാം. Deuteronomy chapter 1 verses 19 to 21. ആവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോറേബിൽ പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമാരിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർന്നയിൽ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട്, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിൻ്റെ ദൈവമായ യഹോവ ആ ദേശം നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 34-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഫ്രം വേഴ്സ് 34 onwards. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ഈ നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ചു. കൽപ്പിച്ചത് നീയും അവിടെ ചെല്ലുക. നിന്റെ ശുശ്രൂഷകനായ നൂൻ്റെ മകൻ യോശുവ അവിടെ ചെല്ലും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. അവർക്ക് ഞാൻ അത് കൊടുക്കും. അവർ അത് കൈവശമാക്കും. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുക. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ എക്കാലവും വേറിട്ട് നിൽക്കുന്ന ചില സ്ഥലങ്ങളും വ്യക്തികളും പേരുകളുമുണ്ട്. ഈ സ്ഥലങ്ങൾ പല വിശ്വാസ പ്രമാണങ്ങളുടെയും ചില രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഭാഗതയും രൂപപ്പെടുത്തുവാൻ സഹായകരമായ തീരുമാനങ്ങൾ എടുത്ത സ്ഥലങ്ങളായിരിക്കാം. അനേക ആ നിലയിലുള്ള പേരുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് എന്നെനിക്കറിയാം. ഉദാഹരണമായിട്ട് ബേത്ലഹേം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നസ്രത്ത്, യെരുശലേം, ഗോൽഗോഥ, അന്ത്യോക്യ, റോം, ഏഥൻസ് ഇങ്ങനെയുള്ള അനേക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളെ സ്വാധീനിച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്ന് നമുക്കറിയാം, ചരിത്രം പഠിച്ചാൽ. ഇന്ന് നാം ഇവിടെ ചിന്തിച്ചത് കാദേശ് ബാർണിയ എന്നൊരു സ്ഥലത്തെ പറ്റിയാണ്. നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ് കാദേശ് ബാർണിയ. ഈ കാദേശ് ബാർണിയയുടെ പ്രത്യേകത എന്തായിരുന്നു? വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടമായിരുന്നു. അപ്പോൾ ഈ കാദേശും ബാർണിയയും ചേർത്ത് നാം ചിന്തിച്ചാൽ അലഞ്ഞ് തിരിയുന്ന മരുഭൂമിയിലെ വിശുദ്ധ സ്ഥലമായി ഈ കാദേശ് ബർണിയയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ ഈ കാദേശ് ബാർണിയയിൽ വന്ന് അവരൊരിക്കലും അലഞ്ഞ് മരണപ്പെടേണ്ടവരായിരുന്നില്ല, ആണോ? കാരണം ഈ ദൈവത്തെ അവരുടെ ജീവിതത്തിൽ അറിയുവാനും അവരുടെ പിതാക്കന്മാരിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ ശക്തിയും അവൻ്റെ ഭുജബലവും അവരെല്ലാവരും നേരിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ്. ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 1.5 വർഷം ആയി. അവർ മിസ്രയീമിൽ നിന്നും അവർ പുറപ്പെട്ട സമയം മുതൽ
എത്രയോ അത്ഭുതങ്ങളാണ് ഈ ദൈവത്തെക്കുറിച്ച് അവർ കണ്ട്, അവർ അനുഭവിച്ച്, അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഓർത്താൽ പെസഹ, ആദ്യജാതന്മാർ മരിച്ചപ്പോൾ അവരുടെ ആദ്യജാതന്മാർ മരിച്ചില്ല. മിസ്രയീമിൻ്റെ ആദ്യജാതന്മാർ മരിച്ചപ്പോൾ അവരുടെ ആദ്യജാതന്മാർ മരിച്ചില്ല. ചെങ്കടലിൻ്റെ അവിടെ വന്നപ്പോൾ ഫറവോനും സൈന്യവും പുറകെ വന്നപ്പോൾ ദൈവം അവർക്ക് ആ സമുദ്രത്തിൻ്റെ നടുവിൽ കൂടി പാതി ഒരുക്കി. ഇതെല്ലാം അവർ കണ്ടതാണ്. മാറയെ മധുരമുള്ള വെള്ളമാക്കി. മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിപ്പാൻ മന്ന നൽകി, അപ്പം, സ്വർഗത്തിലെ അപ്പം. മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിപ്പാൻ ഇറച്ചി കൊടുത്തു, കാടപ്പക്ഷിയെ നൽകി. എത്രയെല്ലാം ശത്രുക്കളെ ഇവർക്കൊരു പേടി സ്വപ്നമാക്കി തീർത്തു. അതുപോലെ തന്നെ ന്യായപ്രമാണം അവർക്ക് ലഭിച്ചു, സമാഗമന കൂടാരം എന്ന് വേണ്ട, ഒരിക്കലും ഇസ്രായേൽ മക്കൾക്ക് മറക്കുവാൻ കഴിയാത്തതായിരുന്നു അവരുടെ ഈ ദൈവം, അവരുടെ പിതാക്കന്മാരുടെ ദൈവം. കേവലം അവർ കണ്ടു കേട്ടു എന്ന് മാത്രമല്ല, അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവരോട് ദൈവം ചെയ്ത ആ വൻ കാര്യങ്ങളെ അവർ കേൾക്കുകയും കാണുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാദേശ് ബാർനയിൽ വന്നപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? നാം ഇതിൻ്റെ പരാജയ കാരണങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 2-3 കാരണങ്ങൾ മാത്രം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനേക കാരണങ്ങളുണ്ട്. അപ്പോൾ ദൈവം അവരുടെ മുൻപിൽ എത്രയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഈ കനാൻ ദേശത്തേക്ക് അവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കയറാതിരുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, അവരുടെ മാനസികാവസ്ഥ. മിസ്രയീം ദേശത്ത് നിന്ന് അവർ വീണ്ടെടുക്കപ്പെട്ടു. അവർ മരുഭൂമിയിൽ കൂടിയൊക്കെ മേഘത്തിലും വെള്ളത്തിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് മോശയോട് ചേർന്ന് അവർ യാത്ര ചെയ്തു. എങ്കിലും അവരുടെ ഹൃദയം ദൈവത്തെങ്കിൽ സ്ഥിരമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ഹൃദയം ദൈവത്തെങ്കിൽ സ്ഥിരമായിരുന്നു. നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് സീനായി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ കരുതലും കാവലും നടത്തിപ്പും അനുഭവിച്ച് അവിടം വരെ വന്ന് അവരെ മോശ വരാൻ അല്പം താമസിച്ചപ്പോൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്തുകൊണ്ട്? അവരുടെ മനോനില അങ്ങനെ, കേവലം അവർ മനുഷ്യനായിരുന്നു. അപ്പോൾ കാദേശ് ബാർനയിൽ അവർ വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, അതായത് അവർക്ക് അവിടെ കയറാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കിയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് അവർ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകാതെ ഈ ദൈവത്തിനെ ബലഹീനനായി, അതായത് കനാൻ ദേശത്ത് അവർ പ്രവേശിച്ച് കനാൻ ദേശത്തെ ജനങ്ങളെ ഓവർകം ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവില്ല. ദൈവത്തിനെ ബലഹീനനാക്കി ചിത്രീകരിച്ചു. ദൈവത്തെ കൊച്ചാക്കി എന്നൊക്കെ ഒരു വിധത്തിൽ നാം നാട്ടിൻ ഭാഷ പറയുമല്ലോ. ഈ വലിയ ദൈവത്തെ അവർ കൊച്ചാക്കി കണ്ടു. ഈ ദൈവത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കുവാനായിട്ട് അവർ മുതിർന്നില്ല. അതിനൊക്കെ കാരണം അവരുടെ ഹൃദയനിലയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അനന്തരഫലമാണ്, അതിൻ്റെ കോൺസിക്വൻസാണ് നാം കണ്ടത്. 40 വർഷക്കാലം 20 വയസ്സിന് മേലുള്ള അവരിലെ പുരുഷന്മാരും സ്ത്രീകളും മരുഭൂമിയിൽ അലഞ്ഞ് നടന്ന് ഒരു ഈയലിനെ പോലെ അവിടെ ചത്തു വീഴുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3400 വർഷങ്ങൾക്ക് മുൻപ് ദൂരെ മധ്യപൂർവ്വദേശത്ത് സംഭവിച്ച ഒരു കാര്യം ഇന്ന് ഞാനിവിടെ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കാദേശ് ബർണിയയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇന്ന് ജീവിക്കുന്ന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം സാമ്യമുണ്ട്. പല കാര്യങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ കാദേശ് ബാർനയിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായ പരാജയം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്തേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കാം. കനാൻ ദേശത്തേക്ക് പോയി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങൾ, ആ രാജ്യത്തിൻ്റെ സമൃദ്ധി
അല്ലെങ്കിൽ സമൃദ്ധമായ ഒരു ജീവിതം ലഭിക്കുവാൻ തടസ്സമായി യഹൂദന്മാർക്ക്, ഇസ്രായേൽ മക്കൾക്ക് കാദേശ് ബർണിയയിൽ എന്തൊക്കെ കാരണമായോ ആ കാരണങ്ങളൊക്കെ നമുക്കും നമ്മളുടെ ബന്ധത്തിലും ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കാദേശ് ബർണിയയിൽ വന്ന ഇസ്രായേൽ മക്കൾ എല്ലാവരും അവരെ നശിപ്പിച്ചു എന്ന് നാം കാണുകയുണ്ടായി. അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മിസ്രയീമിൽ നിന്ന് അവർ പെസഹ ആചരിച്ച് അവരവിടുന്ന് ദൈവം നടത്തിക്കൊണ്ട് വന്നവരായിരുന്നു ഈ ഇസ്രായേൽ മക്കളെല്ലാവരും. അപ്പോൾ അവിടുന്ന് വീണ്ടെടുക്കപ്പെട്ട് വന്ന ജനം, ദൈവം എന്താണ് അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്? അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത സ്ഥലം, അവരുടെ തലമുറ ആ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കണം. ദൈവത്തെ ആ നന്മ അനുഭവിച്ചുകൊണ്ട് ഇതാണ് ദൈവം അവർക്ക് നൽകുന്നത് എന്ന് അനുഭവിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അവർക്കത് അവരുടെ മറുതലിപ്പ് മുഖാന്തരം അവർക്ക് ലഭിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നാം രക്ഷിക്കപ്പെട്ട് ആ നാൾ മുതൽ നാം എഫെസ്യർ വായിക്കുന്നു, നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നത്? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ എൻ്റെ ഒരു ഭാഗം സ്വർഗത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും എൻ്റെ ചുറ്റും എന്തുണ്ടായിരിക്കണം? സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമൃദ്ധിയായ ജീവനോടുകൂടി വേണം നാം ജീവിക്കുവാൻ. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും കർത്താവ് നമുക്ക് നൽകിയിട്ടാണ് നമ്മെ രക്ഷിച്ചത്. അല്ലാതെ രക്ഷിച്ച ശേഷം ദൈവത്തിൻ്റെ ഒരു ആഫ്റ്റർ തോട്ടായിരുന്നില്ല നാം ഇവിടെ ജീവിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ചുറ്റും സ്വർഗം ആണ് എന്നുള്ള ആ അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ടിടയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന അതിന് ചുറ്റും സ്വർഗമാണെന്ന് പറഞ്ഞാൽ സമ്പത്തും സമൃദ്ധിയും പൂർണ്ണ ആരോഗ്യവും അതൊക്കെയാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? അല്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ രോഗം വരും, നമുക്ക് ബുദ്ധിമുട്ട് വരും, പട്ടിണി ഉണ്ടാകും, സമൃദ്ധിയില്ലായ്മ, ദാരിദ്ര്യം, ദുഃഖം, വേർപാട്, മരണം, ഇതൊക്കെ ഉണ്ട്. എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെ സുഖം അനുഭവിക്കാനായിട്ട് ഈ ഭൂമിയിൽ വെച്ച് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൊത്തുവരുത്തം വിശ്വാസ ജീവിതം അങ്ങനെയൊന്നുമില്ല. പൊത്തുവരുത്തം വളർച്ചയില്ലാത്ത ജീവിതമുണ്ടോ? നാം എല്ലാവരും ജനിച്ച് അന്ന് മുതൽ നാം വളരുക. ഇനി ഏതെങ്കിലും ഒരു അല്പസമയം വളരാതെ നമ്മുടെ ശരീരം ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ടോ? ഇല്ല. ഉണ്ട്. എന്നാൽ നാം മരിക്കുന്ന സമയത്ത് മാത്രം. അന്ന് ആണ് നമ്മുടെ വളർച്ച അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനിച്ചതെല്ലാം വളരണം, അത് പ്രവർത്തന നിരതരാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് നാം ചുറ്റുപാടും കാണുന്ന ആ പ്രിൻസിപ്പിൾ അത് തന്നെ. അപ്പോൾ ദൈവ ഭാഗത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും എന്ത് ചെയ്യണം? വളരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളർച്ച ഇല്ലെങ്കിൽ നാം സംശയിക്കണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും വളർച്ച കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഭയങ്കര കൺസേൺ. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? വളർച്ചയില്ലല്ലോ. എന്നാൽ ആത്മീയമായി നാം ജനിച്ച വളർച്ചയില്ലാതെ പൊത്തുവരുത്ത ജീവിതം നയിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഒരു കൺസേൺ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വളരുന്നില്ലല്ലോ, ഞാൻ വീണ്ടും ജനിച്ചതാണോ എന്നുള്ള ഒരു
തോന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, കാദേശ് ബാർണിയയിൽ വെച്ച് എന്താ സംഭവിച്ചത്? അവർക്ക് പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒന്നാമത്തെ കാരണം സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. അവരെന്താ ചെയ്തത്? ഈ ഇസ്രായേൽ മക്കൾ കാദേശ് ബാർണിയയിൽ വന്ന് ദൈവം അവരെ പ്രവേശിപ്പിക്കാനുള്ള ആ കവാടത്തിങ്കൽ വന്ന് അവരെന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ചു. ദേ റിബൽഡ് എഗൻസ്റ്റ് ഗോഡ്. ഈ മത്സരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഡിക്ഷണറി അർത്ഥം നോക്കിയത്, അതിൻ്റെ ഇംഗ്ലീഷിലെ റിബൽ എന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് എ പേഴ്സൺ ഹു റൈസസ് ഇൻ ഓപ്പോസിഷൻ or armed resistance against an established government or an elected leader. എന്ന് പറഞ്ഞാൽ എന്താ? വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടി സ്ഥാപിതമായ ഒരു സർക്കാരിനെയോ വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടി എലക്ട് ചെയ്ത ഒരു ലീഡറിനെയോ എതിർക്കുക. അത് ഏത് നിലയിലും സായുധ ആയുധങ്ങളോടുകൂടി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് റിബൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള മറ്റൊരു വാക്കുണ്ട്, വിപ്ലവകാരി, നക്സലൈറ്റ്. അവരൊക്കെ റിബൽസ്. അപ്പോൾ ദൈവത്തിന് എതിരായി വിപ്ലവം നടത്തുന്ന ആൾക്കാരാണ് ആര്? മത്സരികൾ. അപ്പോൾ ദൈവത്തോട് അവർ മത്സരിച്ചു. ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായി, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട്. ദൈവത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ നന്മയായിരുന്നു. പക്ഷെ അതിനെതിരായിട്ട് അവർ ദൈവത്തോട് എതിർത്തു, ദൈവത്തോട് മത്സരിച്ചു. അത് ദൈവത്തിന് വളരെ അനിഷ്ടമായി, പ്രയാസമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഈ ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് ഈ കാദേശ് ബാർണിയ വരെ ദൈവം കൊണ്ടുവന്നത്? ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ, ആവർത്തനം 1:30 നാം ഇങ്ങനെ വായിക്കുന്നു. ഈ ഭാഗമെല്ലാം വായിക്കേണ്ടതായിരുന്നു, എന്നാൽ സമയക്കുറവ് മൂലമാണ് ഞാൻ വായിക്കാത്തത്. 30-ാം വാക്യത്തിൽ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അപ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട സമയം മുതൽ ദൈവം എവിടെയാണ് നടന്നത്? അവരുടെ മുൻപിൽ നടന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? യുദ്ധം ചെയ്യുക. അവർ ശത്രുക്കളെയൊക്കെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവിക പ്രൊട്ടക്ഷൻ, കാവൽ ലഭിച്ച് വന്ന ആൾക്കാരായി കാദേശ് ബാർണിയായി. 2:31 വാക്യത്തിൽ, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ തോളിൽ വെച്ച്, നമുക്കറിയാം, നമ്മളെല്ലാം മാതാപിതാക്കന്മാരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അവരെ ചെറുപ്രായത്തിലെ വഹിച്ചുകൊണ്ട് പോകുന്നത്. ദൈവം അവരോട് പറയുക, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വഹിച്ചുകൊണ്ട് വന്നത്. ദൈവിക കരുതൽ. അപ്പോൾ ദൈവിക പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കാവല്, ദൈവത്തിൻ്റെ കരുതൽ. പിന്നെ 32-33 വാക്യങ്ങളിൽ ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. നോക്കി, കാവലൊരുക്കി, കരുതലൊരുക്കി, ഗൈഡൻസ് ഒരുക്കി, നടത്തിപ്പ്. അങ്ങനെയാണ് അവർ ഈ കാദേശ് ബാർണിയയിൽ വന്നത്. എന്നിട്ടും അവരെന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ചു. അപ്പോൾ അവർ പരാജയപ്പെട്ടതിൻ്റെ, കാദേശ് ബാർണിയയിൽ 15-20 ലക്ഷം ജനങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞൊഴിഞ്ഞ് മരിച്ചതിൻ്റെ പിന്നിൽ അവർ തന്നെയാണ്. എന്താണ്?
ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ നടത്തിപ്പും അവർ കണ്ടില്ല എന്ന് നടിച്ച് ദൈവത്തിനെതിരായി മത്സരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുകയും ശിക്ഷാവിധി വരുവാനായിട്ട് ഇടയാവുകയും ചെയ്യുന്ന ഒരു കാര്യം മത്സരം എന്ന് പറയുന്നത്. ദൈവത്തിനെതിരായിട്ട് വിപ്ലവം, ആംഡ് റിബല്യൻ, അതാണ് ദൈവം ആ നിലയിലാണ് കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം അവരെ ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ നടത്തിപ്പും അവർ ഇഗ്നോർ ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കാനായിട്ട് കാരണമായി. രണ്ടാമത്തെ കാരണം, ആവർത്തനം 1:21 ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. അപ്പോൾ ദൈവം അവർക്ക് കൽപ്പന കൊടുത്ത് എന്താണ്? നിങ്ങൾ കയറി അത് കൈവശമാക്കുക. ദൈവം അതാണ് അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. അത് അവരോട് മാത്രം പറഞ്ഞതല്ല. ഇവിടെ നാം വായിക്കുന്നു, അവരുടെ പിതാക്കന്മാരോട്, യാക്കോബിനോട്, ഇസ്ഹാക്കിനോട്, അബ്രഹാമിനോട് ഇതേ കാര്യം തന്നെ ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അവർ വിശ്വസിച്ച് അവരെ ആ കനാൻ ദേശത്തേക്ക് പോകാനായിട്ട് അവർ കൂട്ടാക്കിയില്ല. അവർ അനുസരണക്കേട് കാണിച്ചു. ഈ അനുസരണക്കേടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം എന്താണെന്നറിയാമോ? അവിശ്വാസം. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും അനുസരണക്കേട് കാണിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അവിശ്വാസം, ഞാൻ മുമ്പേ പറയുകയുണ്ടായി, അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദൈവം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചിട്ടും ഈ ദൈവത്തിലുള്ള അവർക്ക് മുഴുവൻ വിശ്വാസം അവർക്കില്ലായിരുന്നു. അവിടുന്ന് മിസ്രയീമിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ട് ഇവരെ വീണ്ടെടുത്ത് ഈ കാദേശ് ബാർണി അവരെ കൊണ്ടുവന്നു. ഇനി അങ്ങോട്ട് കയറിയാൽ മാത്രം മതി. എന്നാൽ അവിടെ വന്നപ്പോൾ അവരുടെ അവിശ്വാസം പ്രവർത്തിച്ചു. ഈ ദൈവത്തിന് ഈ കനാൻ ദേശത്ത് പാർക്കുന്ന ജനങ്ങളെ തോൽപ്പിക്കുവാനും അവിടുത്തെ വലിയ ആകാശം ഉള്ള മതിലുകളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓവർകം ചെയ്യുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല എന്ന് ദൈവത്തെ എന്ത് ചെയ്തു? ബലഹീനനാക്കി കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് അവിശ്വാസം പ്രവർത്തിച്ചു. ദൈവത്തോട് അവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ, ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണല്ലോ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ചാരന്മാരെ ഒറ്റുനോക്കുവാനായിട്ട് അയച്ചു. ദൈവത്തിൻ്റെ പൂർണ്ണഹിതമല്ലായിരുന്നു ചാരന്മാരെ അയക്കുക എന്നുള്ളതാണോ? അവരാവശ്യപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പെർമിസീവ് വിൽ അവർക്ക് നൽകി. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനറിയാം ഇതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുവദനീയ ഹിതം ദൈവം അനുവദിച്ചു. അതുകൊണ്ടാണ് ചാരന്മാരെ അവർക്ക് അയക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ചാരന്മാരെ അയച്ചത് എന്തിനാണ്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ്. എന്നാൽ നാം വായിക്കുന്നു, ഈ അവർക്ക് കൊടുക്കുവാൻ പോകുന്ന അബ്രഹാമിനോട് തന്നെ ദൈവം പറഞ്ഞത് എന്താ? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശ പിക്ചറാണ് അബ്രഹാം മുതൽ ദൈവം നൽകിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ നമ്മൾ പോയി നോക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോൾ ദൈവത്തിലുള്ള അവിശ്വാസം അതായിരുന്നു അവരെ ആ ചാരന്മാരെ അയക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവീക കൽപ്പനകളെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാതെ അവരെന്ത് ചെയ്തു? ധാർഷ്ട്യത്തോടെ കാര്യങ്ങൾ ചെയ്തു. ദൈവം അവരെ കൈവിട്ടു എന്ന് നമുക്ക് കാണുവാൻ. അപ്പോൾ രണ്ടാമത്തെ അവരുടെ പരാജയ കാരണം എന്താ? ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ അവരുടെ ധാർഷ്ട്യത്തോടെ അവരെ അനുസരണക്കേട് കാട്ടി. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? അവർ മത്സരിച്ചു. 2, ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ ധാർഷ്ട്യത്തോടെ പ്രവർത്തിച്ചു. 3, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട്, അതായത് ഈ ചാരന്മാരെല്ലാവരും മടങ്ങി വന്നു.
10 പേര് പ്രതികൂലമായ റിപ്പോർട്ട് നൽകി, 2 പേര് അനുകൂലമായ റിപ്പോർട്ട് നൽകി. ജനം ഇതെല്ലാം കേട്ടു. ജനമെല്ലാം രാത്രി മുഴുവൻ കരഞ്ഞെന്നാണ് പറയുന്നത്. ഈ 10 പേരുടെ റിപ്പോർട്ടാണ് അവർ വിശ്വസിച്ചത്. എന്താ, നമുക്കവിടെ പോകാനായിട്ട് കഴിയത്തില്ല, അവിടെ വലിയ മല്ലന്മാരുണ്ട്, അനാഥ്യ മല്ലന്മാരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അനാഥ്യ മല്ലന്മാർ, അവർ നമ്മളെ വിഴുങ്ങിക്കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് നൽകി ജനങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അവരെന്താ ചെയ്തത്? മോശയ്ക്കും അഹ്റോനും യോശുവയ്ക്കും കാലേബിനും എതിരായി അവർ കല്ലെറിയാൻ നോക്കിക്കൊണ്ട് അവരുടെ ചിന്ത, അവരുടെ ആ വൈരാഗ്യം എവിടെ വരെ പോയെന്ന്, കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് സഭയെല്ലാം പറഞ്ഞതായിട്ടാണ് നാം വായിക്കുന്നത്. കലാപത്തിൻ്റെ ആഹ്വാനം വരെ നൽകുവാൻ അവർക്ക് മടിയില്ലായിരുന്നു. മിസ്രയീം ദേശത്തായിരുന്ന സമയത്ത് മുതൽ ഈ ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് പിതാക്കന്മാരിൽ നിന്ന് കേട്ട് പിതാക്കന്മാരോട് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും കേട്ട് അറിഞ്ഞ് ഈ ജനം ദൈവകൽപ്പനയെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചിട്ട് എന്തു ചെയ്യുന്നു? ഇവരെ കൊല്ലണമെന്ന് പറയും. എന്തുമാത്രം ആസ്പദിച്ചു പോയി എന്ന് വിചാരിച്ചു നോക്കി. അവരെ നടത്തിയ മോശയുടെ സഹായി യോശുവ, കാലേബ് ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു. അത്രമാത്രം കലാപാഹ്വാനം നടത്തത്തക്കവണ്ണം അവർ മുതിർന്നു. അപ്പോൾ അവരുടെ ഹൃദയനില, അവരുടെ മനോഭാവം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പരാജയപ്പെടുന്നതിന് കാരണം 3 കാരണമാണ്. ഒന്ന്, അവർ ദൈവത്തോട് മത്സരിച്ചു, റിബല്യസായി ദൈവത്തോട് മത്സരിച്ചു. 2, ദൈവിക കൽപ്പനകളെ അനുസരിക്കാതെ അവരുടെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചില്ല. 3, ദൈവദാസന്മാർക്കെതിരായി ധാർഷ്ട്യത്തോടെ, ദൈവദാസന്മാർക്ക് മാത്രമല്ല ദൈവത്തിനെതിരായി സംസാരിച്ചു. ദൈവദാസന്മാർക്കെതിരായി ധാർഷ്ട്യത്തോടെ സംസാരിച്ചു. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കലാപ ആഹ്വാനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പരാജയം, എപ്പോഴും അവർക്കുണ്ടായ പരാജയം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാദേശ് ബാർണിയ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനേകമാർന്ന വാഗ്ദത്തങ്ങളുണ്ട്, ഇല്ലേ? ആ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യം കാദേശ് ബാർണിയ ഊന്നി നമ്മോട് പറയുന്നു. അനേക വാഗ്ദത്തങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? ബൈബിള് നിറച്ച പഴയ നിയമം മുഴുവനും വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാനുള്ളതാണോ അതോ വെറുതെ വല്ലപ്പോഴൊക്കെ വായിച്ചു വിടാനുള്ളതാണ്? ദൈവമക്കളെ, ദൈവം നൽകിയ ഒരു വാഗ്ദത്തവും അത് നിറവേറാതെ പോയിട്ടില്ല. അപ്പോൾ നാം അതിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠം. 2, ഈ 10 പേരെ വളരെ നിഷേധാത്മകമായ നെഗറ്റീവ് റിപ്പോർട്ട് അവർ കൊണ്ടുവന്നു. അവർ വളരെ ദ്രോഹം ചെയ്തു. നാം ദൈവസഭയിലും നാം മറ്റുള്ളിടത്തും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാം മുന്നോട്ട് വയ്ക്കുകയും നാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വളരെ ദോഷം ചെയ്യും. ഈ 10 പേര് ഞാൻ വിചാരിക്കുകയാണ്, ഈ 10 പേര്, അപ്പോൾ ഈ 10 പേരാണ് ഇതിൽ കൾപ്രിറ്റ്സ് എന്ന് പറയുന്നത്. നിഷേധാത്മകമായ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നാം എല്ലാ കാര്യങ്ങളും, ഒരു കാര്യവും നിഷേധാത്മകമായി എടുക്കുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ എത്ര പേരാ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് നൽകിയത്? 2 പേര്, കാലേബും യോശുവയും. അവരെക്കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം? എത്ര ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള ആശ്രയം, അനുസരണം അവരുടെ റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരെ എന്താ ചെയ്തത്? അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് സഭ മുഴുവൻ തീരുമാനിച്ചത്. നോക്കിയാണ്. അപ്പോൾ ആദ്യം വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കണം. ദൈവത്തിന് എത്രയെല്ലാം വാഗ്ദത്തം ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കി ഓരോന്നോരോന്നെടുത്ത് നാം വിശ്വസിക്കണം.
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാം പ്രചരിപ്പിക്കുവാൻ പാടില്ല. 2, പോസിറ്റീവായിട്ടുള്ള ദൈവനാമം മഹത്വപ്പെടുവാൻ ആത്മീയ വർധന ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നാം പറയാവൂ, പ്രചരിപ്പിക്കാവൂ. നാം അതിനുവേണ്ടി മാത്രമേ നിൽക്കാവൂ. പിന്നെ ഇവരിത്രയൊക്കെ ചെയ്തുവെങ്കിലും, ദൈവത്തിനെതിരെ ധാർഷ്ട്യമോടെ സംസാരിച്ചു എങ്കിലും ദൈവം എന്ത് ചെയ്തു? അവരെ മുഴുവനും ഒറ്റയടിക്ക് നശിപ്പിച്ചോ? ഇല്ല. ആ സമയത്ത് 20 വയസ്സും അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ മാത്രമേ, അതും 40 വർഷം കൊണ്ടാണ് നശിപ്പിച്ചത്. എന്നാൽ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം കാത്തു. പിതാക്കന്മാരുടെ വാഗ്ദത്തം സ്വീകരിപ്പാൻ അവരെ ദൈവം ഒരുക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ആവർത്തന പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം, ആ തലമുറ മുഴുവനും, അതായത് 15-20 ലക്ഷം ജനങ്ങൾ മുഴുവനും മരിച്ചു. കേവലം 4 പേര് മാത്രമേ ആ തലമുറയിലെ ജീവിച്ചിരിക്കുള്ളൂ. മോശയും അഹ്റോനും കാലേയും യോശുവയും മാത്രം. മറ്റുള്ള ആൾക്കാർ, അവരുടെ മക്കളെല്ലാം എത്ര വയസ്സായി കാണും? ഏറ്റവും പ്രായമുള്ള ആൾക്ക് 20 വയസ്സ് മുകളിലുള്ളവരാണ്. അപ്പോൾ 40 വർഷം അവരെ മരുഭൂമിയിൽ ഒഴിഞ്ഞു നടന്നു. അപ്പോൾ 40ഉം 20ഉം. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾ 60 വയസ്സ് ആയിട്ടുള്ള ആളായിരിക്കും. കാരണം 60 വയസ്സിൽ കഴിഞ്ഞിട്ടുള്ള ഈ 4 പേരൊഴിച്ച് മറ്റാരും അവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ കാദേശ് ബർന്നയിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടത് നമ്മുടെ പഠനത്തിനും നമ്മുടെ ഗൗരവമേറിയ ചിന്തയ്ക്കും കാരണമാണ്. കാരണം വിശ്വാസികളായ, വിശ്വാസ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് നമുക്കൊരിക്കലും മത്സരിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവമക്കളെയും ദൈവദാസന്മാർക്കും എതിരായിട്ട് നമുക്ക് യാതൊന്നും കലാവാക്കുവാനും ആരും ചെയ്യാറില്ല. നമുക്ക് അങ്ങനെ ചെയ്യുവാനും കഴിയില്ല. അവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നാം പഠിച്ച 5 പാഠങ്ങൾ: 1, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാർത്ഥന. വാഗ്ദത്തങ്ങൾ എത്ര എന്നുള്ളത് നാം എടുത്ത് നാം ഓരോന്നായിട്ട് നാം അത് അപ്രോപ്രിയേറ്റ് ചെയ്യണം, നമ്മുടേതാക്കണം. വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ചെയ്യണം നമ്മുടേതായിട്ട്. 2, ഭയവും സംശയവും നിറഞ്ഞ നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നും മാറ്റണം. അത് സഭ മുഴുവനും അത് പൊളൂട്ടഡ് ആകുവാനായിട്ട് കാരണമാകും എന്നുള്ളത് ഈ കാദേശ് ബാർണിയയുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3, പോസിറ്റീവ് റിപ്പോർട്ട്. അത് നമ്മെ ബിൽഡപ്പ് ചെയ്യും, എൻകറേജ്, സഭയെയും ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് റിപ്പോർട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അവസാനമായിട്ട്, ദൈവം മഹാദയയും കരുണയുമുള്ളവരാണ്. എന്തെല്ലാം കുറവുകളും ബലഹീനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവഭാഗത്ത് കൃപയുടെ സമൃദ്ധി, അതാണ് കൃപയുടെ സമൃദ്ധി. അതുകൊണ്ട് ദൈവം ആ കൃപ നൽകി നമ്മെ വീണ്ടും നമ്മളെ റീസ്റ്റോർ ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തിന് കാരണമാകുന്ന കാര്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാദേശ് ബാർണിയ വളരെ ഗൗരവമായ ചിന്തകൾ വരുന്ന ദിവസങ്ങൾ നാം ഓരോരുത്തരും അത് വായിക്കുവാനും പഠിക്കുവാനും ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കി ആത്മീയവർദ്ധന വരുത്തുവാനും ഇടയാകും എന്ന് പഠിക്കുവാൻ കർത്താവ് ഈ ചെറിയ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.